Okay, we are going to start. Take your textbook. Take your textbook. Page number 17. We discussed fun with words in the last class, right? Last class, fun with words we discussed today. And the discuss the preposition and the prepositions പഠിച്ചിട്ടില്ലേ കുറച്ച് ഏതൊക്കെയെന്ന് പറയാൻ പറ്റുമോ preposition പഠിച്ചത് പഠിച്ച prepositions എല്ലാം ഒന്ന് പറഞ്ഞേ അലൻ തോമസ് ഏതൊക്കെയാ പഠിച്ചത് prepositions ഏത് പഠിച്ചേ സെന്റൻസിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടില്ലായിരുന്നോ അവിടെ 9 സെന്റൻസിൽ നമ്മൾ അണ്ടർലൈൻ on after behind what with under മുത്തേ under അടിയിൽ under our over into near last one in very good okay next one let us listen your teacher will read out some words listen carefully and find the rhyming words in this word search okay take it as your homework first one okay ഞാൻ പറയാം മിസ് പറയാം കണ്ടുപിടിച്ചോ അവിടെ വേർഡ് സെർച്ച് കണ്ടോ മിസ് പറയുന്ന വേർഡ് സെർച്ചിൽ നിന്ന് നിങ്ങൾ സർക്കിൾ ചെയ്യുക ഫസ്റ്റ് വൺ ബോർഡ് ഹോംവർക്ക് ആയിട്ട് ചെയ്താലും മതി ഫസ്റ്റ് വേർഡ് ബോർഡ് സെക്കൻഡ് വൺ ബോൾ തേർഡ് വൺ ജഗ് and last one fish അവിടെ പിക്ചേഴ്സ് ഉണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ ആ വേർഡ്സ് അതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് വരിക ടേക്ക് ഇറ്റ് ആസ് യുവർ ഹോംവർക്ക് ഓക്കെ അതിൽ നമുക്ക് സമയം കളയാനില്ല മക്കളെ ടേക്ക് പേജ് നമ്പർ 18 all of you take page number 18 okay work with your friend take turns at asking and answering questions okay നമുക്ക് പറയാനുള്ളതാണ് എഴുതാൻ വേണ്ടിയിട്ടുള്ളതല്ല പറഞ്ഞു നോക്കാൻ പറഞ്ഞു പഠിക്കാനുള്ളതാണ് ഫസ്റ്റ് യു എന്ന് അവിടെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് യു what do you do in your free time what do you do in your free time എന്ന് പറഞ്ഞാൽ എന്താ നീ നിന്റെ ഫ്രീ ടൈമിൽ എന്താ ചെയ്യാറുള്ളത് what do you do in your free time അപ്പൊ ആൻസർ എന്താ പറയുന്നത് I go for swimming ക്വസ്റ്റ്യൻ എന്തായിരുന്നു what do you do in your free time I go for swimming പറഞ്ഞേ എന്റെ കൂടെ say with me what do you do in your free time I go for swimming you may use the questions given below താഴെ കുറച്ച് questions ഉണ്ട് അതും നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ നോക്കിയേ
Which year were you born in? Which year were you born in? ഏത് ഇയറിലാണ് നിങ്ങൾ ജനിച്ചത്? ഏത് ഇയറിൽ നിങ്ങൾ ജനിച്ചത്? 2000 പറയേ. ഇഫ്രക്കുട്ടി വരച്ചിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞേ. ഇങ്ങനെ വരയ്ക്കുമ്പോ മിസ്സിന് തിരിയുന്നില്ല. ഒന്ന് പറഞ്ഞേ. ഏത് ഇയറിലെ മോള് ജനിച്ചത് പറഞ്ഞേ? 2013. ഓക്കെ. അപ്പൊ എങ്ങനെയാ ആൻസർ പറയുന്നത്? I was born in 2013. Which year were you born in? എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ പറയാ? I was born in 2013. ഞാൻ 2013 ജനിച്ചത്. Okay? 2013. Okay. I was born in 2013. Okay? I was born in 2013. Which year were you born in? I was born in 2013. എക്സാമിന് നമുക്ക് വരാത്ത കാര്യമാണ്. നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ്, പറഞ്ഞു പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ പറയേണ്ടത്? വാട്ട് ഈസ് യുവർ നെയിം? My name is Manasa Mohanan or I am Manasa Mohanan. You have to say your full name. പകുതി മാത്രം പറഞ്ഞാൽ മതിയോ? മാനസ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? നോ, ഫുൾ നെയിം പറയണം അല്ലേ? I am Manasa Mohanan. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ പറയാ? വാട്ട് ഈസ് യുവർ നെയിം ഒന്ന് പറഞ്ഞേ. വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം? അവിടെ നിന്ന് പറഞ്ഞോ, എനിക്ക് കാണാം. വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം? ഓക്കെ, വെരി ഗുഡ്. ഫസ്റ്റ് രണ്ടെണ്ണം പറയാൻ പഠിച്ചു. Which year were you born in? I was born in 2013. Next question, what is your name? What is your name? My name is എന്ത് വേണമെങ്കിലും ആവാം, മാനസ മോഹനൻ. ഓക്കെ, where do you live? Third question നോക്കിയേ. Where do you live? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? Where do you live? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? Where do you live? I live in പാടിയോട്ടുചാൽ or I live in കണ്ണൂർ. ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ അങ്ങനെ പറയാ, നിങ്ങൾ ടൗൺ ആണെങ്കിൽ ടൗൺ പറയാ. ഓക്കെ, I live in കേരള. I live in കണ്ണൂർ കേരള or I live in പാടിയോട്ടുചാൽ. ഏത് വേണമെങ്കിലും പറയാം. ഓക്കെ, ലാസ്റ്റ് വൺ, how old are you? How old are you എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയേണ്ടത്? I'm 7 years old or I'm 7 or I'm 7 years old. Okay, അപ്പൊ ഈ നാല് ക്വസ്റ്റ്യൻ ചോദിച്ചാലും പറയാമോ? ഫസ്റ്റ് വൺ, which year were you born in? Ajit Joseph. Which year were you born in? അമ്മേനെ എന്തിനാ വിളിക്കുന്നത്? അജിത്, അമ്മേനെ വിളിക്കണ്ട, അൺമ്യൂട്ട് ചെയ്തേ. Born. I was born in 2000. I was born. I was born in 2012. 12 ആണ്. അതെ, Yes. How old are you? Old. Okay. What is your name? What is your name?
എല്ലാവർക്കും ആൻസർ അറിയാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. Where do you live? Where do you live, Advait? Where do you live? I am living Arigara. Okay. Okay. Where do you live? I live in. Okay? I live in. How old are you? How old are you? How old are you, Anita Philip? I am 7 years old. Okay. Okay, next. Let us read. Read the story, The Grasshopper and the Ant. Okay? Here we have a story. ഇവിടെ ഒരു കുഞ്ഞു സ്റ്റോറി ഉണ്ട്, വായിച്ചു നോക്കാം. Okay? Are you ready? Are you ready? Yes. Then page number 18. Page number 18. One summer, മിസ് ഇങ്ങനെ വെച്ച് വായിക്കുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് ഇങ്ങനെ വെച്ച് വായിക്കാനേ. എല്ലാവരും കൈതൊട്ട് വായിക്കണം. One summer, a grasshopper was hopping about in the park, chirping and singing cheerfully. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കണേ, ഞാൻ ഇടയ്ക്കുന്ന് വായിപ്പിക്കും. കേട്ടല്ലോ? An ant passed by carrying a grain of rice. കൈതൊട്ട് വായിക്കാം. She was taking it to her nest. ഹിബ ഫാത്തിമന്റെ കൈ എവിടെയാ? എവിടെ എത്തി? ഹിബ ശ്രദ്ധിക്കുന്നുണ്ടോ എന്റെ ക്ലാസ്സില്? ഹിബ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാ ദിവസവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കണോ ഹിബ? വേണോ? Don't laugh. Okay, next paragraph. The grasshopper told her to stop working so hard and come and sing and dance with him. Third paragraph. The ant continued working. The ant continued working. The grasshopper again called out to the ant. But she did not stop working. She said, I'm storing food for the winter, and I think you should do the same too. Why bother about the winter? Said the grasshopper. We have got plenty of food at present. But the ant went her way and continued working hard. When winter came, the grasshopper was cold and hungry. He went to the place where the ants lived. He saw the ants dancing and making merry. He tapped on the window. The ants saw him and invited him inside. They made him sit next to the fire and gave him food. The grasshopper understood why the ant had worked so hard. What did you learn from the story? Discuss with your friends. Okay? എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? കഥ പറഞ്ഞു തരട്ടെ മിസ്? ഓക്കെ, ആദ്യം മുതലേ നോക്കിക്കോ. വൺ സമ്മർ. സമ്മർ എന്താ? സമ്മർ സീസൺ എന്താ? വേനൽക്കാലാണ് അല്ലേ? വൺ സമ്മർ, ഒരു വേനലവധിക്കാലത്ത്, ഒരു വേനൽക്കാലത്ത് എ ഗ്രാസ്ഹോപ്പർ. വാട്ട് യു മീൻ ബൈ ഗ്രാസ്ഹോപ്പർ? ഗ്രാസ്ഹോപ്പർ എന്താ? പച്ചത്തുള്ളനാണ് അല്ലേ? ഗ്രാസ്ഹോപ്പർ എന്താടോ? നിങ്ങൾ എന്താ പറയാ അതിന്? വാട്ട് യു മീൻ ബൈ ഗ്രാസ്ഹോപ്പർ? എക്സാക്ട് വേർഡ്. ഓക്കെ, ഗ്രാസ്ഹോപ്പർ. ഓക്കെ, പറഞ്ഞോ മന്ന. പുൽച്ചാടി. ഓക്കെ, പുൽച്ചാടി എങ്കിൽ പുൽച്ചാടി അല്ലെങ്കിൽ പച്ചത്തുള്ളൻ നമ്മൾ പറയുന്നത്. ഓക്കെ, വൺ സമ്മർ
A grasshopper was hopping. Hopping means what? Hopping. നിങ്ങൾ എട്ടാം ഘട്ടം കളിക്കുന്നവരാണോ? എട്ടാം ഘട്ടം കളിക്കുന്ന എത്ര പേരുണ്ട്? എട്ടാം ഘട്ടമൊക്കെ അറിയോ? അക്ക് എന്ന് പറയുന്ന കളി ഗെയിം. അതിനെ ഹോപ്പ് ചെയ്യോ? ഹോപ്പ്. ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഗെയിം പറയുമ്പോ അല്ലെ? ഹോപ്പ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യാ? ഒറ്റ കാലിലല്ലേ നിങ്ങൾ തുള്ള? ഒരു കാല് പൊക്കി ഒരു കാലില്ലേ തുള്ള? അപ്പൊ അതിനാണ് നമ്മൾ പറയാ ഹോപ്പിംഗ്. ഹോപ്പിംഗ്. ഒറ്റ കാലിൽ തുള്ളുന്നതാണ് എന്ത്? ഹോപ്പിംഗ്. ഓക്കെ. One summer, a grasshopper was hopping about in the park, chirping and singing cheerfully. Okay. ഒരു ദിവസം ഒരു പാർക്കിൽ നമ്മുടെ പച്ചത്തുള്ളൻ, അതായത് ഒരു വേനൽക്കാലത്ത് അവിടെ പച്ചത്തുള്ളൻ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കളിക്കുന്നത്? ഹോപ്പിംഗ് അറൗണ്ട് ഇൻ ദ പാർക്ക് അല്ലെ? ഒറ്റക്കാലില് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹീസ് chirping and singing, മൂളിക്കൊണ്ടും പാട്ട് പാടിക്കൊണ്ടൊക്കെ. ഹീസ് എൻജോയിങ് ഹിസ് സമ്മർ സീസൺ. അവൻ അവന്റെ വേനൽക്കാലം അടിച്ചു പൊളിക്കുകയാണ്. An ant passed by carrying a grain of rice. Grain of rice. Grain എന്താ? തരിയാണ് അല്ലേ? ഓക്കെ. An ant. ANT. Ant means ഉറുമ്പ്. അറിയാലോ? An ant passed by. അപ്പൊ അതിലെ ഒരു ആന്റ് നടന്നു പോകുന്നുണ്ടായിരുന്നു അല്ലെ? പച്ചത്തുള്ളിൽ ഇവിടുന്ന് ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പോ ഒരു ആന്റ് അതിലെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയാ നടന്നുകൊണ്ടിരുന്നത്? He's carrying a grain of rice. അവനെ കൊണ്ടാവുന്ന ഒരു കുഞ്ഞുറുമ്പല്ലേ? ആന്റിനെ കൊണ്ടാവുന്ന ഒരു ചെറിയ തരി റൈസിന്റെ കഷ്ണവും കൊണ്ടാണ് അവൻ പോകുന്നത്. ഉറുമ്പിനെ കൊണ്ട് അത്രയല്ലേ ആവുള്ളൂ? വലിയ 10 കിലോ അരി എടുത്തിട്ട് പോകാൻ പറ്റുമോ? ഇല്ല അല്ലെ? അവനെ കൊണ്ടാവുന്ന കുഞ്ഞു തരി എടുത്തിട്ട് പോവാണ്. ഓക്കെ. Carrying a grain of rice. She was taking it to her nest. She was taking it to her nest. Nest means what? NEST. Nest means കൂടാണ് അല്ലെങ്കിൽ അതിന്റെ വീടാണ്. ഓക്കെ. She was taking it to her nest. അത് ആ ഉറുമ്പ് എങ്ങോട്ടേക്കാ ഈ അരിമണി കൊണ്ടുപോകുന്നത്? അതിന്റെ വീട്ടിലേക്കാണല്ല, അത് താമസിക്കുന്നിടത്തേക്കാണ്, അതിന്റെ കൂട്ടിലേക്കാണ്. The grasshopper told her to stop working so hard and come and sing and dance with him. The grasshopper told her to stop working. Grasshopper എന്താ അപ്പൊ പറഞ്ഞ ആന്റിനോട്? You have to stop your work അല്ലേ? നീ നിന്റെ പണിയെല്ലാം നിർത്ത്. നീ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടിട്ട് പണിയെടുക്കുന്നത്? നീ നിന്റെ പണിയെല്ലാം ഒന്ന് നിർത്തിയേ. എന്നിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞത്? Stop working so hard. നീ ഇങ്ങനെ അധികം, അതായത് കഠിനാധ്വാനം ചെയ്യുന്ന നിർത്തൂ. എന്നിട്ടോ and come and sing and dance with me. നീ എന്റെ കൂടെ വരൂ, എന്റെ കൂടെ പാട്ട് പാടൂ, എന്റെ കൂടെ ഡാൻസ് കളിക്കൂ. The ant continued working. Continued means what? Continue ചെയ്തു പറഞ്ഞാൽ എന്താ? തുടർന്നുകൊണ്ടിരുന്നു അല്ലെ? The ant continued working. പക്ഷെ ആന്റ് എന്ത് ചെയ്തു? ഗ്രാസ്ഹോപ്പർ പറയുന്നൊന്നും കേൾക്കാണ്ട് പിന്നെ ആന്റ് എന്ത് ചെയ്തു? അരിമണി കൊണ്ടുപോകുന്ന പണി, അവന്റെ വർക്ക് ചെയ്യുന്ന തുടർന്നുകൊണ്ടേയിരുന്നു, കണ്ടിന്യൂ ചെയ്തു. The grasshopper again called out to the ant. grasshopper പിന്നെയും വിളിച്ചു, ആന്റിനെ വിളിച്ചു അല്ലെ? നീ വാ, നീ പണിയെടുക്കുന്നതിലൊന്ന് നിർത്തിയിട്ട് എന്റെ കൂടെ കളിക്കാൻ വാന്ന് പറഞ്ഞു. But she did not stop working. But she did not. Did not means നെഗറ്റീവ് ആയി അല്ലെ? പക്ഷെ നമ്മുടെ ആന്റ് എന്ത് ചെയ്യുന്നില്ല? പണിയെടുക്കുന്നത് നിർത്താൻ വേണ്ടി പോയില്ല. She did not stop working. She said. എന്നിട്ട് പറഞ്ഞു, എന്താ അവള് പറഞ്ഞത്? I am storing food for the winter and I think you should do the same too. എന്നിട്ട് പറയാണ്, ആന്റ് പച്ചത്തുള്ളനോട് പറഞ്ഞു കൊടുക്കാണ്, I am storing food for the winter. ഞാൻ എന്ത് ചെയ്യാണ്? ഇപ്പൊ വേനൽക്കാലാണ്, പുറത്തു പോകാൻ പറ്റും അല്ലെ? ഓക്കെ. I am storing food for the winter. ഞാൻ വിന്റർ സീസണിലേക്ക്, തണുപ്പ് കാലത്തിലേക്ക് ഫുഡ് സ്റ്റോർ ചെയ്യാണ്. And I think you should do the same too. ഞാൻ വിചാരിക്കുകയാണ് നീയും ഞാൻ ചെയ്യുന്ന അതേ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നന്നായിരുന്നു. Food for the winter and I think you should do the same. Okay. Why bother about the winter? നീ എന്തിനാ ഈ തണുപ്പ് കാലത്തെ കുറിച്ച്, അല്ലെ നീ എന്തിനാ ഈ വിന്റർ സീസണെ കുറിച്ചിട്ട് ഇപ്പോഴേ ബോധർ ചെയ്യുന്നത്? ഇപ്പോഴേ നീ എന്തിനാ അതിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നത്? said the grasshopper. അങ്ങനെ ആരാ പറഞ്ഞത്? grasshopper പറഞ്ഞു.
We have got plenty of food at present. Plenty means ധാരാളം. Plenty. We have got plenty of food at present. നമുക്കിപ്പോ പ്രസന്റില് okay. Why bother about the winter? നീ എന്തിനാ ഈ വിന്റർ സീസണിനെ കുറിച്ച് ഇപ്പോഴേ ബോധർ ചെയ്യുന്നത്? ഗ്രാസ് ഷോപ്പർ പറഞ്ഞു we have got plenty of food at present. നമുക്ക് ഇപ്പൊ പ്രസന്റില് ഇപ്പൊ നമുക്ക് ഇഷ്ടംപോലെ ഫുഡ് ഇല്ലേ, പിന്നെ എന്തിനാ നമ്മൾ ഈ വിന്റർ സീസണിനെ കുറിച്ച് ആലോചിക്കുന്നത്? But the ant went her way and continued working hard. പക്ഷെ ആന്റ് എന്ത് ചെയ്തു? പിന്നെയും ഗ്രാസ് ഷോപ്പർ പറയുന്നൊന്നും കേൾക്കാണ്ട് പണിയെടുക്കാൻ കഷ്ടപ്പെട്ട് നല്ലോണം കഠിനാധ്വാനം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. When winter came, the grasshopper was cold and hungry. അങ്ങനെ വേനൽക്കാലം കഴിഞ്ഞിട്ട് എന്ത് വന്നു? വിന്റർ സീസൺ വന്നു. എന്നിട്ടോ when the winter season came, the grasshopper was cold and hungry. നമ്മുടെ ഗ്രാസ് ഷോപ്പർ ഇല്ലേ, പച്ചത്തുള്ളനെ നല്ലോണം തണുക്കാൻ വേണ്ടി തുടങ്ങി. He became very cold and hungry. Cold means തണുപ്പ്. Hungry means what? Hungry. HUNGRY. Hungry means വിശപ്പാണ് അല്ലേ? Hungry. നല്ലോണം തണുക്കാനും തുടങ്ങി, വിശക്കാനും തുടങ്ങി. ഈ തണുപ്പത്ത് ഫുഡ് അന്വേഷിച്ച് പോകാൻ പറ്റുമോ ഗ്രാസ് ഷോപ്പറിന്? ഇല്ല അല്ലേ? The winter came, the grasshopper was cold and hungry. He went to the place where the ants lived. അവൻ എങ്ങോട്ടേക്ക് പോയി? ഉറുമ്പുകള്, ആൻസ് ജീവിക്കുന്ന അല്ലെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. He went to the place where the ants lived. Went means പോയി. Went. He went to the place where the ants lived. ഉറുമ്പുകളെ താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ഗ്രാസ് ഷോപ്പർ പോയി. He saw the ants dancing and making merry. അപ്പൊ അവൻ എന്താ കണ്ടത്? ഗ്രാസ് ഷോപ്പർ എന്താ കണ്ടത്? He saw means കണ്ടു. Saw means കണ്ടു. Okay. He saw the ants dancing and making merry. അപ്പൊ അവൻ എന്താ കണ്ടത്? ഗ്രാസ് ഷോപ്പർ ഉറുമ്പുകൾ കൂട്ടം കൂടി ഡാൻസ് കളിക്കുന്നു, സന്തോഷം കണ്ടെത്തുന്നു അല്ലെ? അവരെ ആഹ്ലാദിക്കുകയാണ്. മെറി മീൻസ് ആഹ്ലാദിക്കുക. He tapped on the window. അവൻ വിൻഡോയിലൂടെ കാണുകയാണ് അല്ലെ ഇതെല്ലാം. The ants saw him and invited him inside. ants എന്താ കണ്ടത്? ആ ഉറുമ്പുകൾ കണ്ടു അല്ലെ? ഗ്രാസ് ഷോപ്പർ വിൻഡോയുടെ ഇടയിലൂടെ നോക്കുന്നത് കണ്ടു. The ants saw him and invited him inside. Inside means ഉള്ളിലേക്ക്. അപ്പോ ഉറുമ്പുകൾ അവനെ ക്ഷണിച്ചു അല്ലെ? He invited means ക്ഷണിച്ചു. The ants saw him and invited him inside. നമ്മുടെ പച്ചത്തുള്ളനെ അല്ല നമ്മുടെ ഗ്രാസ് ഷോപ്പറിനെ ഉറുമ്പുകള് ഉള്ളിലേക്ക് ക്ഷണിച്ചു. They made him sit next to the fire and gave him food. അപ്പൊ എന്തിനാ ഫയർ ഇടുന്നത്? തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിട്ടാണ് അല്ലെ? ഫയർ ഇട്ടിട്ടുണ്ടായിരുന്നു അവര് ഉറുമ്പുകൾ അവിടെ. Okay. They made him sit next to the fire and gave him food. അവനെ ആ തീയിന്റെ അടുത്ത്, അവന് ഭയങ്കര തണുക്കുന്നുണ്ടായിരുന്നു അല്ലെ? ചൂട് കിട്ടാൻ വേണ്ടി അവന് ആ തീയിന്റെ കുറച്ചെടുത്തായിട്ട് പച്ചത്തുള്ളനെ ഇരുത്തി. എന്നിട്ടോ and gave him food. അവന് ഭക്ഷണവും കൊടുത്തു. The grasshopper understood why the ant had worked so hard. ഗ്രാസ് ഷോപ്പറിന് എന്ത് മനസ്സിലായി? എന്തുകൊണ്ടാണ് ഉറുമ്പുകൾ വേനൽക്കാലത്ത് ഇത്രയും കഷ്ടപ്പെട്ടത് എന്ന് ആർക്ക് മനസ്സിലായി? നമ്മുടെ ഗ്രാസ് ഷോപ്പറിന് മനസ്സിലായി. That's about our story. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റോറി. മനസ്സിലായോ? മനസ്സിലായോ? What did you learn from this story? എന്താ നിങ്ങൾക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലായത്? ഈ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? Fatima Meherin, sit properly. Fatima Meherin. Fatima Meherin, what are you doing there? Fatima Meherin, what are you doing? എന്താ പണിയെടുക്കുന്നത്? Okay.
Okay, what did you learn from this story? ഈ സ്റ്റോറി നിങ്ങൾ എന്താ പഠിച്ചത്? എന്താ നിങ്ങൾക്ക് മനസ്സിലായത് ഇപ്പൊ ഈ സ്റ്റോറി മിസ് പറഞ്ഞതില്? ആർക്കൊന്നും പറയാനില്ലേ? യെസ്, അമന്ന പറഞ്ഞോ. മനസ്സിലായി, കഴിയുന്ന സമയത്ത് ജോലി ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക്. നമ്മൾ ക്ലവർ ഐഡിയ പഠിച്ച പോലെ തന്നെ ഹാർഡ് വർക്കിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? ഹാർഡ് വർക്കിന്റെ പ്രാധാന്യം മനസ്സിലായോ? കഴിയുന്ന സമയത്ത് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് ജീവിക്കാൻ പറ്റും അല്ലെ? മടിയന്മാരായിട്ട് കളിച്ചു നടന്നാലോ പിന്നെ എന്തെങ്കിലും ഉണ്ടാവോ? കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് തന്നെ ചെയ്യണം അല്ലേ? ഓക്കെ, പേജ് നമ്പർ 19. പേജ് നമ്പർ 19. ഇത് നിങ്ങൾക്ക് വെറുതെ വായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ മെയിൻ തീം ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക് തന്നെയല്ലേ നമ്മൾ ക്ലവർ ഐഡിയയിലും പഠിച്ചത്. ആ രണ്ട് തീമും ഒരുപോലെ ആവാൻ വേണ്ടി അത് കാണിക്കാൻ വേണ്ടിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക് എന്നതിന്റെ പ്രാധാന്യം കാണിക്കാൻ വേണ്ടിട്ട് തന്ന ഒരു കുഞ്ഞു സ്റ്റോറിയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരില്ല എക്സാമിന്. ഓക്കെ, അതുകൊണ്ടാണ് മിസ് അങ്ങനെ എടുത്തിട്ട് പോയത്. Let us write. ഇത് എക്സാമിന് വരുന്ന കാര്യമാണ്. Let us write. Okay. Rewrite these sentences using capital letters and full stops. അവിടെ 5 സെന്റൻസ് തന്നിട്ടുണ്ട്. ആ സെന്റൻസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചും പിന്നെന്താ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിച്ചും റീറൈറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ, Snow White met the 7 doves. അതവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. സെക്കൻഡ് വൺ നോക്കുക മക്കളെ. സെക്കൻഡ് വൺ, Chennai is a big city. Chennai is a big city. അവിടെ എന്താ ചെയ്യേണ്ടത്? We have to use capital letter. അല്ലേ? ചെന്നൈ ഒരു സ്ഥലത്തിന്റെ പേരാണ്. അതുപോലെ തന്നെ സ്ഥലത്തിന്റെ പേരായതുകൊണ്ടും ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിക്കേണ്ടത് അല്ലേ? ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്. അവിടെ എങ്ങനെ തന്നിട്ടുള്ളത്? സി സ്മോൾ ലെറ്റർ അല്ലേ അവിടെ അല്ലേ? ചെന്നൈ, സി ഷുഡ് ബി ക്യാപിറ്റൽ. കാരണം എന്താ? 2 കാരണമുണ്ട്. ഒന്ന്, സ്ഥലത്തിന്റെ പേരായതുകൊണ്ട് നമ്മൾ ഏത് സ്ഥലത്തിന്റെ പേര് എവിടെ എഴുതിയാലും അതിന്റെ ആദ്യത്തെ ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതും എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇനി ചെന്നൈ ഈസ് എ ബിഗ് സിറ്റി. സിറ്റി കഴിഞ്ഞിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് വേണ്ടേ? ഒരു സെന്റൻസ് അവസാനിക്കുമ്പോൾ നമ്മൾ അവിടെ എന്തിടണം? ഫുൾ സ്റ്റോപ്പ് ഇടണം. ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുത്തിടണം അല്ലെ? ഓക്കെ, റീറൈറ്റ് ചെയ്തോ. C should be capital. Chennai is a big city. Chennai is a big city. After city, you have to put a full stop. C should be capital. City കഴിഞ്ഞിട്ട് full stop ഇടുക. Chennai is a big city. Chennai is a big city. Chennai is a big city. Next one. Rajan is a good boy. Rajan ഒരാളുടെ പേരാണ്. മാനസ, M should be capital. അനീറ്റ, A should be capital. നമ്മൾ അങ്ങനെയല്ലേ പേരെഴുതുന്നത്? അദ്വൈത്, A should be capital. എല്ലാവരുടെ പേരെഴുതും ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അപ്പൊ രാജൻ ഒരാളുടെ പേരാണ്. R should be capital. Rajan is a good boy. After boy, you have to put a full stop. Boy കഴിഞ്ഞാൽ ഒരു സെന്റൻസ് ആയി അത്. അപ്പൊ സെന്റൻസിന് ശേഷം എന്തിടണം? ഫുൾ സ്റ്റോപ്പ് ഇടണം. So write
Rajan is a good boy. 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 R should be capital. After boy, you have to put a full stop. Ini fourth one. I have a pretty doll. I should be capital. ഒരു സെന്റൻസിന്റെ സ്റ്റാർട്ടിംഗ് ആണ് അല്ലേ? I have a pretty doll. I have a pretty doll. I have a pretty doll. Okay. Doll കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തിടണം? ഫുൾ സ്റ്റോപ്പ് ഇടണം അല്ലേ? I have a pretty doll. I should be capital. Doll കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. I capital. Dollന് ശേഷം ഫുൾ സ്റ്റോപ്പ് ഇടുക. In last one, my mother is the best. Sorry, my mother is the best. എന്റെ അമ്മയാണ് ഏറ്റവും ബെസ്റ്റ്. My mother is the best. My mother. M should be capital. My. ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആണ്, അതിനുശേഷം എല്ലാം സ്മോൾ ആണ്. My mother. MOTHER. Mother is the best. Is the best. After best, full stop ഇടുക. My mother is the best. Chennai is a big city. Rajan is a good boy. I have a pretty doll. My mother is the best. All of you finished? Yes. Okay, all of you finished? കഴിഞ്ഞല്ലേ എല്ലാവരും? Okay. ഇനി ലാസ്റ്റ് വർക്ക്. Fun to do. ഇത് നിങ്ങളുടെ ഹോംവർക്ക് ആയിട്ട് എടുക്കുക. Help Chimbu find the baskets of fruits. Color the path red. Okay? അവിടെ ഒരു ചിമ്പു മങ്കിനെ കണ്ടോ നിങ്ങള്? ചിമ്പുവിനെ കണ്ടോ? ചിമ്പുവിന് ആ ബാസ്കറ്റിന്റെ അടുത്തേക്ക് പോണം. അപ്പൊ അതിന്റെ വഴി ആര് കാണിച്ചു കൊടുക്കും? നിങ്ങൾ കാണിച്ചു കൊടുക്കണം. കേട്ടല്ലോ? Take it as your homework. വീട്ടിൽ നിന്ന് ചെയ്താൽ മതി. ഓക്കെ? എന്നിട്ട് അവൻ പോയ വഴി, അവൻ പോയ ആ പാത്ത് നിങ്ങള് കളർ ചെയ്യുക. That is your homework. That's enough for today. Okay? Shall we wind up the class? Shall we wind up the class? Next class il namukku pudiya lesson padikam. Fifth one. Bring me a letter. Bring me a letter. Kunni poyanu vegam theerum. Okay? Bring me a letter. Bye. See you in the next class. Bye.